മലയാള സിനിമയിലെ ചില മുഖങ്ങളുണ്ട്. വലിയ സ്ക്രീൻ ടൈം ഇല്ലെങ്കിലും വളരെ കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് പ്രേക്ഷകരുടെ ഉള്ളിൽ ഇടം പിടിച്ചവർ. അത്തരത്തിലൊരാളാണ് നടി രമ്യാശ്രീ. സിനിമയിലെ മിസിസ് മേനോൻ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് പെട്ടെന്നാളെ മനസ്സിലാകും. 1985 രമ്യശ്രീ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. രാജസേനൻ സംവിധാനം ചെയ്ത ശാന്തം ഭീകരം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അത്. രതീഷ്, സീമ, ശങ്കർ തുടങ്ങിയ അന്നത്തെ വലിയ താരനിരയോടൊപ്പമായിരുന്നു ആ തുടക്കം. പിന്നീട് സത്യനന്തിക്കാടിൻ്റെ അധ്യായം 1 മുതൽ എന്ന ചിത്രത്തിലെ സരസ്വതി എന്ന കഥാപാത്രത്തിലൂടെ രമ്യശ്രീ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. രമ്യശ്രീയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് മോഹൻലാൽ നായകനായ മുഖം എന്ന ക്രൈം ത്രില്ലറിലെ മിസിസ് മേനോനാണ്. സിനിമയിൽ ആദ്യം തന്നെ കൊല്ലപ്പെടുന്ന കഥാപാത്രമാണെങ്കിലും ആ സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും മലയാളികൾക്ക് ആ മുഖം മറക്കാനാവില്ല. രാജസേനൻ ചിത്രമായ അയലത്തെ അദ്ദേഹം സിനിമയിലെ ഗോമതി എന്ന വേഷം രമ്യശ്രീയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ്. തിലകൻ അവതരിപ്പിച്ച ശിവൻപിള്ളയുടെ ഭാര്യയായി വന്ന് കഥയിൽ വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയ ആ വേഷം ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. ജോർജ് കിത്തുവിൻ്റെ ആധാരം സിനിമയിലെ ഭാനുമതിയും ഷാജി കൈലാസ് ചിത്രം മാഫിയയിലെ വില്ലൻ്റെ ഭാര്യയുടെ വേഷവും അവരുടെ അഭിനയ മികവ് തെളിയിച്ച വേഷങ്ങളായിരുന്നു. ഏകലവ്യൻ, ജാതകം, സീസൺ, ഒരിടത്ത്, 1, 2, 3 എന്നിങ്ങനെ നിരവധി ശ്രദ്ധേയ ചിത്രങ്ങളിൽ അവർ ഭാഗമായി. സിനിമയ്ക്ക് പുറമെ ടെലിവിഷൻ സീരിയലുകളിലും രമ്യശ്രീ തിളങ്ങിയിരുന്നു. സ്ത്രീജന്മം എന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ സത്യഭാമ എന്ന കഥാപാത്രം കുടുംബ പ്രേക്ഷകർക്കിടയിൽ അവർക്ക് വലിയ സ്വീകാര്യത നൽകി. മകൾ മരുമകൾ എന്ന സീരിയലും അവരുടെ കരിയറിലെ ഒരു നായികക്കല്ലായിരുന്നു. പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ചന്ദ്രമോഹനായിരുന്നു രമ്യശ്രീയുടെ ഭർത്താവ്. എന്നാൽ ആ ബന്ധം അധികകാലം നീണ്ടുനിന്നില്ല. പിന്നീടവർ വേർപിരിഞ്ഞു. വേഷം ചെറുതായാലും വലുതായാലും തൻ്റെ ഓരോ പ്രകടനത്തിലും സ്വന്തമായ കയ്യൊപ്പ് പതിപ്പിക്കാൻ രമ്യശ്രീ എന്ന നടിക്ക് കഴിഞ്ഞു. ഇന്ന് സോഷ്യൽ മീഡിയയിലൊന്നും അവർ സജീവമല്ലെങ്കിലും പഴയ സിനിമകൾ കാണുമ്പോൾ ആ മുഖം നമുക്ക് ഏറെ പരിചിതമായി തോന്നുന്നത് അവരുടെ അഭിനയ മികവ് ഒന്നുകൊണ്ട് മാത്രമാണ്. രമ്യശ്രീയുടെ ഏത് കഥാപാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.